ഹലോ ഹായ് നമസ്കാരം. ഐക്കൺസ് ഓഫ് ഇന്ത്യയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ പോകുന്ന വ്യക്തി എന്ന് പറയുന്നത് അബുദാബിക്കടുത്ത് ബദാസായിത്ത് എന്ന സ്ഥലത്ത് സാസ് അൽഗാർബിയ എന്ന റെസ്റ്റോറൻറ്റ് നടത്തുന്ന നമ്മുടെ ജാഫർ തരക്കശ്ശേരിയാണ്. ഒരുപാട് ഇഷ്ടത്തോടെ സ്നേഹത്തോടെ നല്ല രുചികൾ വിളമ്പുന്ന അദ്ദേഹത്തിന് നമുക്ക് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും. എന്താ വിശേഷം? ഒരുപാട് നല്ല വിശേഷം, നല്ല സന്തോഷം. കാരണം എന്നറിയാമോ, ഭയങ്കരമായ ഒരു മണത്തോടു കൂടി രുചിയോട് കൂടി ഒരു സാധനം മുമ്പിൽ ഇരിക്കുകയാണ്. ബക്കറ്റ് ബിരിയാണി. സാസിന്റെ ഏറ്റവും കൂടുതൽ മൂവിംഗ് ആയിട്ടാണ് സാസിന്റെ ഏറ്റവും കൂടുതൽ മൂവിംഗ് ഉള്ള ഐറ്റമാണ് ഫ്രണ്ട് ഇരിക്കുന്നത്. നമ്മുടെ സ്വന്തം സ്ഥലം പാലക്കാട് ജില്ല. ഞാൻ പാലക്കാട് ജില്ലയിലെ തീർത്ഥാടന മണ്ഡലത്തില് തറക്കശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. തറക്കശ്ശേരി. അപ്പോ 10 പേരിൽ നിന്ന് തുടങ്ങി ഇപ്പൊ 1000 പേരിലെത്തി. അതെ, അൽഹംദുലില്ലാ. ബദാസായിലെ ഓരോ മലയാളികളും അവരെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഈ ഒരു വിജയത്തിലെത്താൻ കാരണം. ഓരോ ആളുകളും ഭക്ഷണം കഴിച്ച് ഇവിടുന്ന് ഇറങ്ങുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു സംതൃപ്തി, ആ ഒരു അനുഭൂതി, അതാണ് ഞങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം. അത് അവരുടെ ഫ്രണ്ട്സിനോട് ആവട്ടെ, അതല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സിനോട് ഇവർ ഷെയർ ചെയ്യാണ്, മൗത്ത് പ്രൊമോഷൻ നടത്തുകയാണ്. ഈ മൗത്ത് പ്രൊമോഷനോട് ഞങ്ങൾക്ക് ഒരുപാട് പുതിയ കസ്റ്റമേഴ്സിനെ ഈ ആളുകൾ തന്നെ കൊണ്ടുവരികയാണ്. അപ്പോൾ ഞാൻ ചുരുക്കി പറഞ്ഞത്, ഇതിനെല്ലാത്തിനും ക്രെഡിറ്റ്, ഞങ്ങൾ ഈ വലിയ വിജയത്തിന്റെ ക്രെഡിറ്റ് ബദാസായിലെ ഓരോ മലയാളികൾക്കാണ്. അതാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത്. ഇനി നമുക്ക് അറിയേണ്ടത്, പ്രേക്ഷകർക്ക് അറിയുന്നത് നമ്മുടെ സ്പെഷ്യൽ സാധനങ്ങൾ എന്തൊക്കെയാണ്. ലഞ്ച് മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ലഞ്ച് മുതൽ ഉച്ചയ്ക്ക് എത്ര മണിക്ക് ലഞ്ച് സ്റ്റാർട്ട് ആവും? 11 മണിക്ക് ഞങ്ങൾ ഓപ്പൺ ആവും. ചട്ടിച്ചോറ്, പൊതിച്ചോറ്, അതേപോലെ തന്നെ ഹൈദരാബാദി ബിരിയാണി, പിന്നെ പഹാഡി ബിരിയാണി, 65 ബിരിയാണി, പിന്നെ കിഴി ബിരിയാണി, പൊതി ബിരിയാണി, മാൻ ബിരിയാണി, മുയൽ ബിരിയാണി, മാൻ ബിരിയാണി, മുയൽ ബിരിയാണി, തലശ്ശേരി ദം ബിരിയാണി, മംഗല്യ ബിരിയാണി, മുല്ലപ്പൂ കിഴി. അത് മുല്ലപ്പൂ കിഴി ഈവനിങ് ഡിഷാണ്. അതുപോലെ നിധി പൊറോട്ട. നിധി ഒളിച്ചിരിപ്പുണ്ടോ? നിധി ഒളിച്ചിരിപ്പുണ്ട്. ചട്ടിക്കകത്താണോ വാഴയിലാണ്? അത് വാഴയിലല്ലേ. പിന്നെ ദം ചട്ടി പൊറോട്ട ഉണ്ട്. ദം ചട്ടി പൊറോട്ട അത് വേറെ ചട്ടിക്കുള്ളിൽ വെച്ച് ചട്ടിക്കുള്ളിൽ തന്നെ ചെയ്ത് കൊടുക്കും. കസ്റ്റമേഴ്സിന് എപ്പോഴും ഒരു പുതുമ നിലനിർത്തണം. അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഏറ്റവും കൂടുതൽ മൂവിംഗ് ഉള്ള സാധനം ബക്കറ്റ് ബിരിയാണി, നമ്മുടെ സ്വന്തം. പിന്നെ ഇതില് സ്പെഷ്യൽ ചെയ്തിട്ടുള്ള വേറെ എന്താ ബിരിയാണി ഉണ്ട്? ഞാൻ മെനു വായിച്ചപ്പോ ഒരു ബട്ടർ ചിക്കൻ ബിരിയാണി ഉണ്ട്. അതേപോലെ തന്നെ ചിക്കൻ 65 ബിരിയാണി. വേറെ ഇപ്പൊ ഞങ്ങളെ സ്പെഷ്യൽ ആയിട്ട് വരുന്നതാണ് മലബാറിന്റെ നാടൻ സ്പെഷ്യല്, പള്ളിക്കെട്ട്, പിന്നെ റാത്തീബ് കെട്ട് ഉണ്ട്, പിന്നെ പഴംപൊരി ബീഫ് സ്പെഷ്യൽ ഐറ്റം, പൊരിച്ച പത്തിരി, ബീഫ് കറി. അത്ര സ്റ്റാഫ്? ഞങ്ങൾ 15 സ്റ്റാഫ് ഉണ്ട്. ഞങ്ങളെല്ലാവരും ഒരു ടീമായിട്ട് ഇവിടെ മുതലാളി തൊഴിലാളി വ്യത്യാസമില്ലാതെ വർക്ക് ചെയ്യാണ്. ഇതിന്റെ എല്ലാത്തിനും ഒരു അടിസ്ഥാനം, അല്ലെങ്കിൽ നമുക്കൊരു ശക്തി എന്ന് പറയുന്നത് നമ്മുടെ കുടുംബമാണ്. ഫാമിലി സപ്പോർട്ടാണ്. ഫാമിലി, വൈഫാണ് എന്റെ മെയിൻ സപ്പോർട്ട്. വൈഫിന്റെ പേര്? വൈഫിന്റെ മുർഷിദ. മക്കള് 2 ആളാണ്. അപ്പൊ ഇത്ര നേരം നമ്മൾ സംസാരിച്ചത് സാസ് അൽഗാർബിയ റെസ്റ്റോറന്റിന്റെ ഉടമസ്ഥനായിരുന്നു. ഒരുപാട് രുചികരമായ വിഭവങ്ങൾ, 300ഓളം വരുന്ന വിഭവങ്ങളാണ് നമ്മുടെ ഈ റെസ്റ്റോറൻറ്റ് വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. സ്പെഷ്യൽ ഐറ്റം എൻ്റെ മുന്നിലിരിക്കുന്ന ഈ ബക്കറ്റ് ബിരിയാണി 4 പേർക്ക് സുഖകരമായിട്ട് കഴിക്കാം. എല്ലാ തരത്തിലും ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.